Hello guys, welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. ഹാഫ് ഡേ ഇൻ അവർ ലൈഫാണ് കേട്ടോ ഗൈസ്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അത് എൻ്റെയും ഉമ്മമ്മയുടെയും കൂടിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മമ്മ കറിവേപ്പിലത്തേയും കൊണ്ട് നടക്കുന്നുണ്ട്, നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഇതിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് കരിവേപ്പിലത്തെ അവിടെ കൂട്ടം കൂട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് മാറ്റി മാറ്റി ഇങ്ങനെ നടുന്നുണ്ട് ഇച്ചിരി വലുതായപ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ കീഴ്ത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ട് നടുന്നുണ്ട്. അതാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. കുറേ ഇതുപോലെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ വേറെ മാറ്റി തിരിച്ച് നടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നട്ടിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം തന്നെ നട്ടുടനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ വേറെയും കുറച്ച് കരിയാപ്പില തൈകളും ഇതുപോലെ നട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഹാജ വന്നിട്ട് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മ താഴെ വന്നിട്ട് ഞങ്ങൾ കാറ്റ് വെള്ളാൻ വേണ്ടി കുറച്ച് നേരം നിൽക്കുന്നുണ്ടായിരുന്നു. ചീനിക്കണ്ടത്തിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നാരകവും മുരിങ്ങയും അതുപോലെ കാപ്പിത്തൈ, കവുങ്ങ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹാജ കല്ലൊക്കെ പറക്കി എറിയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഹാജയും ഉമ്മയും കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹാജ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നത് എൻ്റെ കുറച്ച് കലാപരിപാടികളാണ്. ഇതുപോലെ വെള്ളം ഇരിക്കുന്നത് കാണുകയാണെങ്കിൽ ഞാനതുപോലെ ഇലയൊക്കെ പിച്ചിടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹാജ വന്നിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് കുറച്ച് നേരം. പിന്നെ അവർ ഇലയൊക്കെ എടുത്തിട്ട് അതിനെപ്പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പൂച്ച അവിടെ അയ്യത്തൊക്കെ നിൽക്കുന്നത് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഉമ്മയും കുഞ്ഞും ഒക്കെ പൂച്ചക്കുട്ടിയെ എടുത്ത് വെച്ചിട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹാജയും ഞങ്ങളെല്ലാവരും പൂച്ചക്കുട്ടിയെ എടുത്ത് വെച്ച് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. 2 പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ തള്ളപ്പൂച്ച. ഈ പൂച്ചക്കുഞ്ഞിൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മിറ്റം തൂക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഞാനാണേ തൂക്കുന്നത്. അപ്പോൾ ഉമ്മയും ഹാജയും കൂടെ അവിടെ ഇരുന്ന് വീണ്ടും പൂച്ച കളിപ്പിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പോയി തൂത്തിട്ട് വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഹാജ ഇവിടെ ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയോ പടം വരയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ മനുഷ്യനാണെന്നൊക്കെയാണ് പറഞ്ഞത്. അവ എന്തൊക്കെയോ പടം വരച്ചിട്ട് അത് വീഡിയോ എടുത്തോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ്. ഇതാണ് നമ്മുടെ കല്ലു. അത് കഴിഞ്ഞിട്ട് ഉമ്മമ്മ തുണി കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വേറെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 ഉള്ളു. അതവിടെ ചാരി വെക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കഴുകിയ തുണികളൊക്കെ ഉമ്മമ്മ വെച്ചിടുന്നുണ്ടായിരുന്നേ.
അത് കഴിഞ്ഞ് നമുക്ക് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക പറിക്കുന്നുണ്ട്. കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതൊക്കെ നമ്മൾ പറിക്കുന്നുണ്ട്. മമ്മയും ഞാനും കൂടിയിട്ടാണ് പറിക്കുന്നത്. അങ്ങനെ കുറച്ചൊക്കെ മണ്ടയിലോട്ടൊക്കെ നിന്നിട്ടുണ്ട്. നമുക്ക് കൈ എത്തുന്നിടം വരെ മാത്രം പറിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മോടെ തലയിൽ ഞാൻ കുറച്ച് ഇലയൊക്കെ പിടിച്ചിട്ട് കൊടുത്ത് ചുമ്മാ ഒരു രസം. ഹാജി അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു, പുറകിൽ മിച്ചും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അകത്ത് വന്നിട്ട് ഞങ്ങൾ വെള്ളം തിളപ്പിക്കുന്നുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഇടുന്നുണ്ടായിരുന്നു, നമുക്ക് രസം വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ തുളസി പറിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ തുളസിയും പറിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് കഴുകി വെള്ളത്തിൽ ഇടുന്നുണ്ടായിരുന്നേ. എന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളം അടച്ചു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂടും വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ടായിരുന്നു. ഉള്ളി വെളുത്തുള്ളി പൊളിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നത് എൻ്റെ കോഷ്ടികളാണ്. അപ്പോൾ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ അരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ചതയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് കല്ല്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറിവേപ്പില എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചും കൂടെ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നമ്മൾ പറിച്ചതും കൂടെ ഇട്ടിട്ട് ആണ് മെഴുക്കുവരട്ടി വെക്കുന്നത്. അങ്ങനെ കോവയ്ക്ക കഴുകി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ കോവയ്ക്ക എല്ലാം കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പഴുത്തായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അരിഞ്ഞിടുന്നുണ്ട്. അങ്ങനെ എല്ലാം വേഗത്തിൽ അരിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഞാൻ കഴുകി കൊടുക്കുന്നത് അരിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം അരിഞ്ഞ് സവാളുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട്, അതായത് കരിയാപ്പില ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനും നമ്മുടെ ഇതൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ രസമാണ് കേട്ടോ വെക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് അതുപോലെയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേ അപ്പം നമ്മൾ രസം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് രസം ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അടച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതും ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. അതിലേക്ക് നമ്മൾ കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ കോവയ്ക്കയും ഉള്ളിയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം.
കഴിഞ്ഞിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മിഠായിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു നാരങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. നാരങ്ങാവെള്ളം പിഴിയാനാണ്. അപ്പം നാരങ്ങാവെള്ളം പിഴിഞ്ഞ് കുടിക്കുന്നുണ്ടായിരുന്നേ. ഐസട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയം 12:35 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉണക്കപ്പൊടി മീൻ, അതായത് നെത്തോലി, അത് നമ്മൾ ചമ്മന്തി പൊടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊരു സ്ലോമോ ആക്കിയതാണ്, കുളവായിപ്പോയെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ അതൊക്കെ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 വെള്ളമൊക്കെ കഴുകണേ. ഇത് കണ്ടില്ല, ഇങ്ങനെ പാത്രത്തിലിരിക്കുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചീനച്ചട്ടിയിലിട്ടിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയല്ല, വറുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഹാജിക്ക് ഒരു പഴമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അവ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ട് ഇളക്കി വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തിട്ട് നമ്മൾ ചതയ്ക്കുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടവും മുട്ടയും പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം മുട്ട പൊരിക്കുന്നുണ്ട്. ഉള്ളി അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് മുട്ട ഒഴിച്ചിട്ട് ഉപ്പുനീര് ഒഴിച്ചിട്ട് നമ്മൾ കലക്കി പൊരിക്കുന്നുണ്ട്. മുളക് ഇടുന്നില്ല, ഹാജിക്ക് മുളക് തിന്നായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല. എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാജിക്ക് ടി വി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ ടി വി വെച്ചാന്ന് കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടി വി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുട്ട അടച്ചു വെച്ചു. എന്നിട്ട് പിന്നെ അടുത്ത ചീനച്ചട്ടി എടുത്തിട്ട് നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം പൊരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പപ്പടം എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഉമ്മമ്മ രാവിലെ കഴുകിയ തുണികളൊക്കെ ഒന്ന് തിരിച്ചിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ റോഡിൽ കൂടെ പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ചക്കറി നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഹാജിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക, മെഴുക്കുവരട്ടിയും പപ്പടം, മുട്ട, രസം, ചമ്മന്തി, ഇത്രയായിരുന്നേ. അത് കഴിഞ്ഞ് ഉമ്മമ്മയും ചോറ് കഴിക്കുന്നുണ്ടായിരുന്നേ. സെയിം കറികൾ തന്നെയാണല്ലോ, ഉമ്മമ്മയും കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനും ഉമ്മമ്മയും കൂടിയിട്ടുള്ള ഒരു ഡേ ഇൻ അവർ ലൈഫായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.